ഹലോ എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് മല്ലു നെക്സ്റ്റ് ഡോർ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ലോസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇനിയിപ്പോൾ നോമ്പായിട്ട് വെയിറ്റ് ലോസ് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നവരോ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നോമ്പെല്ലാം കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കൂടിപ്പോയവരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടും സസ്റ്റൈനബിൾ ആയിട്ടും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അഥവാ IF എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡ്. എന്താണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്? ഇതൊരു ഡയറ്റ് പ്ലാൻ ഒന്നുമല്ല. നമ്മൾ നോർമലി കാണുന്ന പോലെ ഒരു പാലിയോ കീറ്റോ അങ്ങനത്തെ ഡയറ്റ് പ്ലാനിൽ ഒന്നും പെട്ട ഒരു തരം ഡയറ്റ് അല്ല ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് ഒരു തരം ഈറ്റിംഗ് പാറ്റേൺ ആണ്. അതായത് ഈറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക അങ്ങനത്തെ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇതിനു മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ വെയിറ്റ് 14 കിലോ കുറച്ചത് എങ്ങനെയെന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് ഡയറക്ട്ലി പറയുന്നില്ല, പക്ഷെ എൻ്റെ ഈറ്റിംഗ് പാറ്റേണിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് സ്റ്റിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയി. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ബോഡിയിലെ ഫാറ്റിനെ ബേൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്. അപ്പൊ ഏകദേശം എല്ലാവരും വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞാൻ പല പാർട്സ് ആയിട്ട് ഇങ്ങനെ സെഗ്മെന്റ്സ് ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ രീതിയിലാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുക, അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, അത് ചെയ്യാൻ പറ്റാത്തത് ആർക്കൊക്കെയാണ്, ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചിലർക്കെങ്കിലും ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ്, പിന്നെ എന്തൊക്കെ നമുക്ക് കഴിക്കാം, എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്തിരുന്നാൽ നമുക്ക് വിശക്കത്തില്ലേ എന്നൊക്കെ ഉള്ള സംശയം പലർക്കും ഉണ്ടാവാം. പക്ഷേ അങ്ങനത്തെ സംശയങ്ങൾക്കൊന്നും ഒരിടയും കൊടുക്കാത്ത ഒരു തരം മെത്തേഡാണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ബോഡിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിക്ക് എനർജി ഒന്ന് കുറയുന്ന സമയത്ത് ബോഡി തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മെത്തേഡ് നമ്മുടെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് നേരം, അതായത് നമ്മൾ ഫുൾ പട്ടിണി ഇരിക്കുകയൊന്നും അല്ല ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനിടയ്ക്ക് നമുക്ക് വെള്ളം ധാരാളമായിട്ട് കുടിക്കാം. കാലറി ഉള്ള പാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആഹാരം നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ട് കഴിക്കുന്നു. അതായത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം കഴിക്കുന്നു എന്ന ഒരു കാര്യം മാത്രമേ ഈ ഒരു ഫാസ്റ്റിംഗിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ റമദാന്റെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വളരെ സിമ്പിൾ ആണ് ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ടും വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിനെ കുറിച്ച് കൂടുതൽ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ എന്തൊക്കെ ടൈപ്പ് ആണുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേത് ഓൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് ആണ്. അതായത് ഒരു ദിവസം നമ്മൾ കഴിക്കുന്നു, അടുത്ത ദിവസം ഫാസ്റ്റ് ചെയ്യുന്നു, അടുത്ത ദിവസം കഴിക്കുന്നു, പിന്നെയും ഫാസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന ദിവസം 24 hours ഫാസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു മെത്തേഡ് വഴി. ഇനി രണ്ടാമത്തെ മെത്തേഡ് 5:2. അതായത് ആഴ്ചയിലെ 5 ദിവസങ്ങളിൽ നമ്മൾ നോർമലി പോലെ ആഹാരം കഴിക്കുന്നു. ഇനി 2 ദിവസം 500 to 600 കാലറി മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് 2 കൺസിക്യൂട്ടീവ് ഡേയ്സിലായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു 5:2 ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുക. ഇനി ഇതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒമാഡ് എന്ന് പറയുന്ന, അതായത് 1 meal a day എന്ന് പറഞ്ഞിട്ടുള്ള ഫാസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഒരു ദിവസത്തിൽ ഒരു മീല് മാത്രം കഴിക്കുന്നു, ബാക്കി ടൈമിൽ നിങ്ങൾ ഫ്ലൂയിഡ്സ് മാത്രമാണ് കുടിക്കുക. അങ്ങനത്തെ രീതിയിലും ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളതും സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെത്തേഡാണ് 16:8 എന്ന് പറയുന്ന മെത്തേഡ്. ഈ 16:8 എന്ന് പറഞ്ഞാൽ 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു, ഒരു 8 hour വിൻഡോക്കകത്ത് നമ്മൾ കഴിക്കുന്നു. അതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതും ആയിട്ടുള്ളത് ഈ ഒരു മെത്തേഡിനെയാണ്.
ഇപ്പോൾ ഈ 16:8 എന്ന് പറയുന്നതിനകത്ത് തന്നെ നമുക്ക് മോഡിഫൈ ചെയ്ത പല പല രീതിയിലുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. അതായത് 20:4 ഉണ്ട്, അതുപോലെ തന്നെ 12-12 ചെയ്യുന്നവരുണ്ട്, അതുപോലെ 16:8 ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാറ്റേണിൽ തന്നെ പല പല ടൈം ഫ്രെയിം ചിട്ടപ്പെടുത്തി പല പല രീതിയിൽ ചെയ്യുന്നതും ഉണ്ട്. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളത് ഈ ഒരു 16:8 ആണ്. 16:8 റേഷ്യോയിലാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അതായത് ഒരു 10-6 അല്ലെന്നുണ്ടെങ്കിൽ 9-5 എന്റെ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത്. ബാക്കി ടൈമിൽ ഫാസ്റ്റിംഗ് ആയിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡിൽ ഫുഡ് കഴിക്കത്തില്ല, പക്ഷേ വെള്ളം നമുക്ക് ധാരാളമായിട്ട് കുടിക്കാം. പക്ഷെ നിങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സോ ജ്യൂസോ ഒന്നും കുടിക്കാൻ പാടില്ല. പകരം കാലറി ഇല്ലാത്ത ഹെർബൽ ടീസോ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അല്ലാതെ വേറെ ഒരു മിൽക്ക് അടങ്ങിയതോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒത്തിരി കാലറീസ് ഉള്ള ഫ്ലൂയിഡ്സ് ഒഴിവാക്കണം. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് ഓക്കെ ആണോ എന്നുള്ളത്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഓക്കെ ആണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി ടൈമിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു മെത്തേഡിൽ ഒഴിവാക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് നിങ്ങൾ ബാക്കി ടൈമിൽ കഴിക്കുക. ഇനി അടുത്ത സെഷൻ എന്താന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫാസ്റ്റിംഗിലായിരിക്കുന്ന സമയത്ത് സെൽ റിപ്പയർ നടക്കും. അതായത് നമ്മുടെ ബോഡിയിൽ ഡാമേജ് ആയിരിക്കുന്ന സെൽസിനൊക്കെയും ഈ ഫാസ്റ്റിംഗിന്റെ ടൈമിൽ ബോഡി റിപ്പയർ ചെയ്ത് ശരിയാക്കും. ലോഞ്ചിവിറ്റിയും ഡിസീസ് പ്രിവെൻഷനും കൂടാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നു. ഇൻഫ്ലമേഷൻ കുറയാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ശരിക്കും ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഉമ്മ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ചെയ്യുന്ന ടൈമിൽ കാലിലൊക്കെ നീരുണ്ടായിരുന്നു, അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന ഓരോ ഡിഫറൻസും ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അങ്ങോട്ട് ഒരു മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് ക്രേവിങ്സ് ഒക്കെയും നമുക്ക് ഈ ഒരു ടൈമിൽ കുറയാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഷുഗറിന്റെ അടുത്തുള്ള ഒരു ലെസ് ക്രേവിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുകയും അത് കാരണം ബോഡിയിലെ ആ ഒരു ഹൈപ്പർ ഗ്ലൈസീമിയ കുറയാനായിട്ട് കാരണമാവുകയും ചെയ്യും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂടുകയും അതുവഴി ബോഡിയിലെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ബോഡിയുടെ എബിലിറ്റിനെ കൂട്ടുകയും അതുവഴി ഡയബറ്റിസ് കുറയ്ക്കുകയും ചെയ്യും. ഇനി വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെലറ്റോണിന്റെ പ്രൊഡക്ഷനെ ഇത് വ്യത്യാസപ്പെടുത്തുകയും നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്ത് ഒരുപാട് ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഫംഗ്ഷൻസ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കോഗ്നിറ്റീവ്ലി നമുക്ക് ഒരുപാട് ഇംപ്രൂവ് ആവാനായിട്ട് ഈ ഒരു ഓവറോൾ മെത്തേഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വാരി വലിച്ച് തിന്നാതെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി കഴിക്കുന്നത് കാരണം തന്നെ നമ്മുടെ ഡൈജഷനും നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും. ഇപ്പൊ മനസ്സിലായില്ലേ, ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ബോഡിക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രോസസ് ആണ്. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല ഒരുപാട് അധികം ഗുണങ്ങളും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി ആരൊക്കെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ലാത്തത്? ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ, കുട്ടികൾ, അതുപോലെ അണ്ടർ വെയിറ്റ് ഉള്ളവര്, ടീനേജിലുള്ളവര്, അതുപോലെ മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉള്ളവര്, ഡയബറ്റിസ് ഉള്ള ആൾക്കാര്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉള്ള ആൾക്കാര്, ഇത്രയും പേര് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇനി വേറെ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ എന്തായാലും ഫാസ്റ്റിംഗ് ചെയ്യുമല്ലേ, അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാവോ എന്നുള്ളത്. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാനിപ്പോ എന്നും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കാറുണ്ട്. ഫാസ്റ്റിംഗ് തുറക്കുന്നത് തന്നെ ഞാൻ ബിരിയാണിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുഴിമന്തി കഴിച്ച് അവസാനിപ്പിക്കുന്നു. ഇങ്ങനത്തെ ഒരു 10 ദിവസം ഞാൻ ഡയറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇനിയിപ്പോ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുവാണ്. രാവിലെ ഇപ്പൊ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തുറക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലഞ്ച് കഴിക്കുന്നു. പിന്നെ ഞാൻ കാപ്സ് ഒക്കെ നിർത്തിയിട്ടും ഒരു പ്രോട്ടീൻ പാർട്ടും വെജിറ്റബിളും കഴിച്ച് ഇതിനെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക? കൂട്ടത്തിൽ ഞാൻ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് രീതിയിലും ഏതായിരിക്കും എഫക്റ്റീവ് ആയിരിക്കും? മറ്റേതൊരു മെത്തേഡിലും നമ്മൾ പറയുന്നത് പോലെയും തന്നെ ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ഷുഗറി ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ ഇതും അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കത്തില്ല. പകരം നിങ്ങൾ ഇവിടെയും ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിക്കേണ്ടത്. കൂട്ടത്തിൽ വർക്കൗട്ടോട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പവർ അങ്ങ് ഇരട്ടിയാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന
ഉദ്ദേശിക്കുന്ന ടൈമിൽ വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഇവിടെ PCOD PCOS ഒക്കെ ഇവിടെ റെഗുലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ വരികയും വെയിറ്റ് റെഗുലേറ്റ് ആവുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഇനി ഏത് ഫാസ്റ്റിംഗ് ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരിക്കലും ഓവർ ഈറ്റ് ചെയ്യാതിരിക്കുക. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ചിലർക്കെങ്കിലും ഒക്കെ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ്? കോൺസ്റ്റന്റ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ വിശപ്പ് തോന്നിയേക്കുക, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്നവരാണല്ലോ. അപ്പൊ ഇതൊന്ന് കൺട്രോൾഡ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും ചിലർക്ക് ഇതുപോലെ ഹങ്കർ കോൺസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യും, ടയേർഡ്നെസ് ഉണ്ടാവും, നോസിയ ഉണ്ടാവാറുണ്ട്. അതുപോലെ മെൻസ്ട്രുവൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെൻസസ് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോട്ടിങ്ങും അതുപോലെ ഇൻഡൈജഷനും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരാനും ഉള്ള സാധ്യത ചിലർക്കെങ്കിലും ഉണ്ടാവാറുണ്ട്. പിന്നെ മൂഡ് സ്വിങ്സും ഇൻസ്റ്റെബിലിറ്റീസും ഒക്കെ, അതായത് നമ്മുടെ മൈൻഡിന്റെ പ്രശ്നമാണ് ഏറെ കുറെയൊക്കെ. നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള കാര്യം കോൺസ്റ്റന്റ്ലി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു രീതിയിൽ മൂഡ് സ്വിങ്സും ഇൻസ്റ്റെബിലിറ്റി ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ചെറുതായിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയതിൽ നിന്നും ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളതും സസ്റ്റൈനബിൾ ആയിട്ടുള്ളതുമുള്ള ഒരു വെയിറ്റ് ലോസ് മെത്തേഡ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ, എന്ത് കാര്യത്തിനായാലും ചെറിയ ചെറിയ സൈഡ് എഫക്ട് എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷെ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും ഫാസ്റ്റ് ചെയ്ത് പോവരുത്. മാക്സിമം 24 hours ചെയ്യാവുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ കഴിക്കുക. ആ ഒരു ഇന്റർവെല്ലിൽ വേണം ചെയ്യാൻ. അതാണ് ഇതിനകത്ത് തന്നെ പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലുള്ള ഫാസ്റ്റിംഗ് മെത്തേഡ് അവർ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യാൻ ഇതിനകത്ത് എങ്ങും പറയുന്നില്ല. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് നോക്കാം. ഒരിക്കലും ഹെവി ഫുഡ് കഴിക്കുകയോ ഓവർ ഈറ്റിംഗ് ചെയ്യുകയോ ചെയ്യരുത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സൂപ്പ്, അതുപോലെ കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഓംലെറ്റ്, ചെറിയതായിട്ടുള്ള ലീൻ പ്രോട്ടീൻസ്, പിന്നെ ലെഗ്യൂംസ്, പയറ് വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പിടി നട്ട്സ്, ഇതൊക്കെ കഴിച്ച് വേണം നിങ്ങൾ എപ്പോഴും ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് ഹെവി ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഓവർനൈറ്റ് ഓട്സ് കുറച്ച് കഴിക്കാറുണ്ട്. ഇനി എനിക്കറിയത്തില്ല, മുട്ട പുഴുങ്ങിയതാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ അവക്കാഡോ ആണ് പെയർ ചെയ്യാറുള്ളത്. ഇതിന്റെ പ്രത്യേകിച്ച് സയൻസ് ഒന്നുമില്ല കേട്ടോ, ഇതിന്റെ പിന്നില് ഞാൻ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. മുട്ട പുഴുങ്ങിയതാണെങ്കിൽ അവക്കാഡോ, മുട്ട ഇനി ഓംലെറ്റ് ആക്കിയതോ സ്ക്രാമ്പിൾഡ് എഗ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ബെറീസ് എന്തെങ്കിലും കഴിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഇനി ഇതിന്റെ ഫൈനൽ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കുറേ മണിക്കൂറുകൾ ഒന്നും കഴിക്കാതിരുന്നിട്ട് ആ ഒരു വിശപ്പും ക്ഷീണവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുമിച്ച് അങ്ങ് കഴിക്കാമെന്ന് വിചാരിക്കരുത്. എപ്പോഴും ഇളം ചൂടുവെള്ളം കുടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡീറ്റോക്സ് വാട്ടർ വെച്ചിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ സിനമൺ ഇട്ട വാട്ടർ കുടിക്കാം, അല്ലെങ്കിൽ അജുവൈൻ, ചിയാ സീഡ്, ലെമൺ വാട്ടർ, ഇതെന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾ ഇത് ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ആ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് തിരഞ്ഞെടുക്കുക. പ്രോട്ടീൻ ആവുമ്പോൾ കാർബ്സ് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് വിശക്കാതെ കുറച്ച് ടൈമും കൂടി അത് അങ്ങനെ നിലനിൽക്കും നമ്മുടെ ബോഡിയിൽ. ഇനി നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാർബ്സ് അടങ്ങിയ ഫുഡാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലൈസീമിക് സ്പൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പ്രോട്ടീൻ സോഴ്സ് എന്തൊക്കെ കഴിക്കാം? സ്മൂത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ബെറീസ് ഒക്കെ അടിച്ചിട്ടുള്ള സ്മൂത്തി കഴിക്കാം. അതുപോലെ തന്നെ ചെറിയ എമൗണ്ടിലെ നട്ട്സ് കഴിക്കാം. പിന്നെ ചിയാ സീഡ് വെച്ചിട്ട് ചിയാ പുഡിംഗ് കഴിക്കാം. ഞാൻ നോർമലി കഴിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആയിരിക്കും കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ, അതിൽ പ്രത്യേകിച്ച് സയൻസ് ഒന്നുമില്ല. മുട്ട പുഴുങ്ങിയതാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ അവക്കാഡോ കഴിക്കും. പിന്നെ അല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് ആക്കിയത്, അല്ലെങ്കിൽ മുട്ട സ്ക്രാമ്പിൾഡ് എഗ്ഗും, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബെറീസ് കഴിക്കും. ഇങ്ങനെയാണ് ഞാൻ എന്റെ ഫാസ്റ്റ് മിക്കപ്പോഴും ബ്രേക്ക് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ബെറീസും പ്രോട്ടീനും കൂടെ വെച്ചിട്ടുള്ള ഒരു സ്മൂത്തി ആയിരിക്കും കഴിക്കുക. പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു സ്മൂത്തി വെച്ചിട്ടായിരിക്കും തുറക്കുക. ഇനി നിങ്ങൾക്ക് യോഗട്ട് കഴിക്കാം. അതുപോലെ തന്നെ കോട്ടേജ് ചീസ് വെച്ചിട്ടൊക്കെ ഈ ഒരു ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യാം. ഇനി ലഞ്ചിന് നമുക്ക് എന്തെങ്കിലും സാലഡ് കഴിക്കാം. സൈഡായിട്ട് സാലഡ് അല്ലെങ്കിൽ വെജീസ് ഒരു വലിയ പോർഷൻ എടുക്കുക. അതിന്റെ ഈക്വൽ എമൗണ്ട് പ്രോട്ടീൻ എടുക്കുക. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആ പ്ലേറ്റിൽ നിങ്ങൾ 1/3 ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിൽ ഒരു പോർഷൻ കാർബ്സും കഴിക്കുക.
കഴിക്കാം. ഇപ്പൊ നിങ്ങൾ കാപ്സ് അവോയ്ഡ് ചെയ്തിട്ടുള്ള കാലറി ഡെഫിസിറ്റ് മെത്തേഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാപ്സ് കഴിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ലീൻ ആയിട്ടുള്ള മീറ്റ് യൂസ് ചെയ്യാം, ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്യാം, അതുപോലെ മുട്ട, പീനട്ട് ബട്ടർ, സീ ഫുഡ്, ഫാറ്റ് കുറഞ്ഞ ഫിഷ്, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ലഞ്ചിനായിട്ട് യൂസ് ചെയ്യാം. ഇതേ സെയിം സാധനങ്ങൾ തന്നെ നമുക്ക് സപ്പറിനും കഴിക്കാൻ പറ്റുന്നതാണ്. സപ്പറിന് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഇത്രയും ഹെവി ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ കാർബോഹൈഡ്രേറ്റ് സ്കിപ്പ് ചെയ്യാം. പകരം പ്രോട്ടീനും വെജിറ്റബിൾസും കഴിച്ച് നമുക്ക് ഈറ്റിംഗ് പീരീഡ് അവസാനിപ്പിച്ചിട്ട് പിന്നെയും ഫാസ്റ്റിംഗ് തുടങ്ങാം. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ സ്നാക്ക് കഴിക്കാം. അതായത് ചെറിയ അളവിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ യോഗട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള അളവിൽ നിങ്ങൾ വാട്ടർ കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ശരിയായ അളവിൽ നടക്കുന്നുണ്ടെന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങളൊരു ചെറിയ രീതിയിൽ ഒരു വർക്കൗട്ട് കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്, കാലറി ഡെഫിസിറ്റ്, വർക്കൗട്ട്, ഇത് മൂന്നും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എൻ്റെ വെയിറ്റ് 14 kg കുറച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ബിഗിനേഴ്സ് ഗൈഡ് എന്ന് പറയുന്നത്. അതായത് ഒരു തുടക്കക്കാരായിട്ടുള്ള ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.